മീറ്റ് ആനക്കാട്ടിൽ അനീഷ് ആന്റണി. സോഷ്യൽ മീഡിയയിൽ 1.5 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആനക്കാട്ടിൽ അനീഷ് ആന്റണി എന്ന മരട് അനീഷിനെ കുറിച്ചും അയാളുടെ സംഘത്തെക്കുറിച്ചും മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്. ഗുണ്ടാ നേതാവ് മരട് അനീഷും കൂട്ടാളികളും ലഹരി മരുന്നുമായി ആലപ്പുഴയിൽ പിടിയിലായി. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് അനീഷിനെ പോലീസ് പൊക്കിയത് ഹണി ട്രാപ്പ് കേസ് പ്രതിയുടെ മേൽനോട്ടത്തിലുള്ള കൊച്ചിയിലെ സ്പായിൽ നിന്ന്. വധശ്രമം, കുഴൽപ്പണം, ലഹരിക്കടത്ത് എന്നിങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളെ സെലിബ്രിറ്റി പരിവേഷം നൽകി ഇൻസ്റ്റഗ്രാമിൽ ഫാൻ പേജുകളുണ്ട്. ആ ഫാൻ പേജസിന്റെ പേരാണ് ട്രിപ്പിൾ എ ഗ്രൂപ്പ് ഒഫീഷ്യൽ എന്ന ഫാൻ പേജ് വഴി പല യുവാക്കളെയും പെൺകുട്ടികളെയും ഇവർ വലയിലാക്കുന്നുണ്ട്. ആനക്കാട്ടിൽ അനീഷ് ആന്റണിയുടെ കൂടെ ചേർത്ത് പറയേണ്ട 4 പേരുകളുണ്ട്. അനീഷ് ആന്റണിയുടെ സഹോദരന്മാരല്ലാത്ത എന്നാൽ സഹോദരന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്ന 4 പേർ: കരുൺ ശിവദാസ്, സെബിൻ സ്റ്റീഫൻ, ജസീൽ ചെർപ്പളശ്ശേരി ആൻഡ് വൈശാഖ് ദാസ്. 4 പേരും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. പ്രസിദ്ധ ഗുണ്ട മരട് അനീഷിന്റെ വലങ്കൈയാണ് കരുൺ. സ്വർണം കവർന്ന കേസിൽ കൊച്ചി സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസ്. മരട് സ്വദേശി കരുൺ ശിവദാസിനെയാണ് തമിഴ്നാട് പോലീസ് തൃപ്പൂണിത്തുറ പേട്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ഈ മാഫിയ പ്രവർത്തിച്ചു വരുന്നത് ബാംഗ്ലൂർ മത്തിക്കരയിലുള്ള രാമയ്യ കോളേജ് കേന്ദ്രീകരിച്ചിട്ടാണ്. അതിന് നേതൃത്വം നൽകുന്ന മറ്റൊരു മലയാളി കൂടെ ഉണ്ട്. അയാളുടെ പേരാണ് ദീപു എന്ന വ്യക്തിയുടെ സഹായത്തോടെ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ രക്ഷകന്മാരായി ട്രിപ്പിൾ എ എന്ന ഈ ഗ്രൂപ്പിനെ അവതരിപ്പിക്കുന്നു. പിന്നീട് മരട് അനീഷിനെ പരിചയപ്പെടുത്തി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ലഹരിയിലേക്ക് തള്ളിവിടുന്നു. വിദ്യാർത്ഥികളെ ലഹരിയിലേക്ക് തള്ളിവിടുകയും മരട് അനീഷിന് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് കേസുകൾ ഉണ്ടാക്കുന്ന മരട് അനീഷ് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒളിവിൽ താമസിക്കുന്നത് ഇതേ ദീപുവിന്റെ രഹസ്യകേന്ദ്രത്തിലാണ്. പെൺകുട്ടികളെ പ്രണയം നടിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് കരുൺ ശിവദാസ് അടക്കമുള്ളവർ കെണിയിൽപ്പെടുത്തുന്നത്. കരുൺ തന്നെയാണ് ഈ മരട് അനീഷിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ കരുണിന്റെ പരിപാടി തന്നെ കരുൺ എന്ന് പറഞ്ഞൊരു പാവം പെണ്ണും ഉണ്ട്. ആ പെണ്ണെ വെച്ചിട്ട് പലരായിട്ട് റിലേഷൻഷിപ്പ് ആവുക, എന്നിട്ട് കരുൺ തന്നെ അവരെ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പരിപാടി. നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്നു. ഇവരുടെ പരിപാടി ഇതാണ്. ഒരാൾ യൂസ് ചെയ്യുമ്പോൾ അവരെല്ലാവർക്കും ഷെയർ ചെയ്യുന്നതാണ് ഇവരുടെ പരിപാടി. അപ്പൊ ഞാൻ ഇതിന്റെ പേര് നന്നായിട്ട് എതിർത്തു. കരുണയൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കരുൺ ഒരു ദിവസം ഭയങ്കരമായിട്ട് വിളിച്ച് ചീത്ത എൻ്റെ അമ്മയ്ക്ക് എല്ലാത്തിനും വിളിച്ചപ്പം കരുണിൻ്റെ കയ്യിൽ നിന്ന് ഈ മരട് അനീഷ് ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്യ്, ഞാൻ നിന്റെ വീട്ടിൽ കയറി കൊല്ലും, അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, അത് എന്നെ മാത്രം കൊല്ലാൻ പാടുള്ളൂ, എന്റെ വീട്ടിൽ പോയി കൊല്ലാൻ പാടില്ല. 83 ഗ്രാം MDMA കേസിലെ പ്രതിയായ അമൽ തോമസിനെ പേര് മാറ്റി ടോണി എന്ന പേരിൽ 3 വർഷം ബാംഗ്ലൂരിൽ ഒളിവിൽ താമസിപ്പിച്ചതും ഇവർ തന്നെയാണ്. ഫോട്ടോകളും ജന്മദിനാഘോഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഈ സെലിബ്രിറ്റി ഇമേജ് വലിയൊരു ചതിയുടെ മറവാണ്. ലഹരി മാഫിയയിലേക്കും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കും നിങ്ങളുടെ മക്കളെ എത്തിക്കുന്ന ഈ സംഘത്തെ തിരിച്ചറിയുക. സേഫായിട്ടിരിക്കുക. ഇത്തരം ആളുകളെ അകറ്റി നിർത്തുക. അപ്പൊ കാണാം. അസ്സലാമു അലൈക്കും.